ഇനി സംഭവിക്കാൻ പോയിരിക്കുന്ന ഏത് ആപത്തുകളെക്കാളുമെല്ലാം വലിയ ആപത്തായിരുന്നു നമ്മുടെ നേതാവിൻ്റെ വഫാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണമോർത്തുകൊണ്ട് എത്രയോ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ മരിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. സ്വന്തം മക്കളുടെ മരണം കാണേണ്ടി വന്നവരുണ്ടാകാം. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മരണം സംഭവിച്ചവരുണ്ടാകാം. വേണ്ടപ്പെട്ടവരുടെ വിയോഗം നമ്മിലുണ്ടായിട്ടുണ്ടാകാം. ആ വേദനയേക്കാളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കേണ്ടത് നമ്മുടെ നേതാവിൻ്റെ വിയോഗമാണെന്നാണ് നേരത്തെ കേട്ട ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ്? അതിനുത്തരമുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ പിതാവിൻ്റെ മരണത്തെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ നമ്മുടെ കരളിൻ്റെ കഷ്ടങ്ങളായ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ എന്തിനാണ് നമ്മുടെ നേതാവിൻ്റെ മരണമോർത്ത് സങ്കടപ്പെടുന്നത്? ഉത്തരമുണ്ട്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ ലോകത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരെക്കാളും അതിൽ ആരും പെടും. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളുമെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹബീബിനെ അത്ര സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്തിന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, എല്ലാ നിഅമത്തുകളും നിങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതും നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്ന ആ ലോകത്തിന്റെ നാഥനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, പ്രവാചകനായ എന്നെ നിങ്ങൾ പിൻപറ്റണമേ. എന്നെ നിങ്ങൾ പിൻപറ്റിയാലോ യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ മാത്രമാണ് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള വലിയ മാനദണ്ഡമായി പറഞ്ഞതെന്താണ്? നമ്മുടെ കരളിന്റെ കഷ്ടമായ നമ്മുടെ നേതാവിനെ സ്നേഹിക്കാനാണ്. നമുക്കെല്ലാവർക്കും അറിയാലോ എന്തുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം മറ്റുള്ളതിനേക്കാളെല്ലാം വലിയ മുസീബത്താണെന്ന് പറയാൻ കാരണം. അതിന് ഞാൻ നിങ്ങളൊരു സംഭവം കേൾപ്പിച്ചു തരാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ ഒരു സ്ത്രീയാണ് ആര്? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കുഞ്ഞായിരിക്കെ, ചെറിയ ബാലനായിരിക്കെ, യുവാവായിരിക്കെ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലാകട്ടെ, എല്ലാ സമയങ്ങളിലും അവിടുത്തെ ജീവിതത്തിൽ ഇടപെട്ട ഒരു മഹതിയായ സ്ത്രീയാണ് ഉമ്മു ഐമൻ. ആരാണ് ഉമ്മു ഐമൻ എന്ന് മനസ്സിലാകാൻ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം. ഹബീബിന്റെ ഉപ്പയെ ജീവിതത്തിൽ അവിടുന്ന് കണ്ടിട്ടില്ല. സിറിയയിൽ നിന്നുള്ള കച്ചവട യാത്ര കഴിഞ്ഞു വരുമ്പോൾ മദീനത്തുള്ള ഒരു ഗോത്രവർഗത്തിന്റെ ഇടയിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മരണം, രോഗം ബാധിച്ചിട്ട്. അങ്ങനെ ആ ഹബീബിന്റെ ഉപ്പയെ കാണാൻ വേണ്ടി ഉമ്മയുടെ കൂടെ, ആമിനയുടെ കൂടെ 6-ാമത്തെ വയസ്സിൽ പോവുകയാണ്. കൂടെ ആരുണ്ട്? അവരുടെ വൃത്തിയായിരുന്ന ഉമ്മു ഐമനുമുണ്ട് ആമിനയുടെ കൂടെ. മുഹമ്മദ് എന്ന് പറയുന്ന ബാലന്റെ കൂടെ മദീനയിലേക്ക് പോകുമ്പോ ഖബർ സന്ദർശിച്ച് തിരിച്ചു പോരുമ്പോഴല്ലേ നബിയുടെ ഉമ്മ രോഗിയാകുന്നതും മരണപ്പെടുന്നതും. അനാഥത്വത്തിന്റെ എല്ലാ കയ്പുനീരും കുടിച്ചിറക്കിയ ആളായിരുന്നു നമ്മുടെ നേതാവ്. ആരുണ്ട് ഇനി കൂടെ? ഉപ്പയുണ്ടോ? ഇല്ല. ഉമ്മയുണ്ടോ? ഇല്ല. എന്നാൽ ഹബീബിനെ വളരെയധികം സംരക്ഷണത്തോടുകൂടി മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതാരാണ്? ഉമ്മു ഐമൻ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഒരിക്കലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതാ ഒരിക്കൽ പറയുകയാണ്, നമുക്കൊന്ന് ഉമ്മു ഐമനെ പോയി സന്ദർശിച്ചാലോ? കാരണം നമ്മുടെ നേതാവ് ഇടക്കൊക്കെ അവരെ ചെന്ന് സന്ദർശിക്കാറില്ലേ? ഹബീബിന്റെ വഫാത്തിന് ശേഷമാണ് ഇവർ സംസാരിക്കുന്നത്. നമുക്കൊന്ന് ഉമ്മു ഐമനെ പോയി കണ്ടാലോ? ആ ഉമ്മു ഐമനെ സന്ദർശിക്കുന്നത് എന്തിനാണെന്നറിയുമോ? ഒറ്റ കാരണത്താലാണ്. നബി ഇടക്കൊക്കെ അവരെ പോയി സന്ദർശിക്കാറുണ്ട് എന്നതുകൊണ്ടാണ്.
അങ്ങനെ അബൂബക്കറും ഉമറും അവിടെ എത്തിയപ്പോ ഈ രണ്ടു പേരെ കണ്ടപ്പോഴും ഫലമ്മാ ഇൻതഹൈനാ ഇലൈഹാ ബക്കത്ത്, ഇവർ രണ്ടുപേരെയും കണ്ടപ്പോഴതാ ഉമ്മു ഐമൻ വിതുമ്പിക്കരയുകയാണ്. ഞാനിതെന്തിനാ പറയുന്നതെന്നറിയോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഹബീബിന്റെ മരണം, ഹബീബിന്റെ വഫാത്ത് നമുക്ക് വലിയ ദുരിതമായത്, വലിയ മുസീബത്തായത് എന്ന് പറയാനാണ്. അങ്ങനെ അതാ ഉമ്മു ഐമന്റെ അരികിലേക്ക് അവരെത്തിയപ്പോൾ ഉമ്മു ഐമൻ കരയുകയാണ്. ഫഖാല ലഹാ, അങ്ങനെ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ അവർ രണ്ടുപേരും ഉമ്മു ഐമനോട് ചോദിക്കുകയാണ്, മാ യുബകീകി, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഫമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിന് ഈ ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും ഖൈറായ സ്ഥലത്തല്ലേ ഇപ്പോഴുള്ളത്, അല്ലാഹുവിന്റെ അടുക്കലല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉമ്മു ഐമൻ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ഇന്നി ലഅലം അന്നമാ ഇൻദല്ലാഹി ഖൈറുൽ ലിറസൂലിഹി, എനിക്കറിയാം നമ്മുടെ നേതാവിന് ഏറ്റവും ഖൈറായത് അല്ലാഹുവിന്റെ അടുക്കൽ ഉള്ളതെന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ കരഞ്ഞതെന്തിനാണെന്നറിയുമോ? വലാകിൻ അബ്കീ ലിഅന്നൽ വഹ്യ ഖദ് ഇൻഖതഅ മിനസ് സമാ, ഞാൻ കരഞ്ഞതെന്തിനാണെന്നറിയുമോ? ഇനി ആകാശ ലോകത്തുനിന്ന് ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വഹി ഇറങ്ങില്ലല്ലോ. ജിബ്രീലിന്റെ വഹയുമായി ഇനി അല്ലാഹുവിന്റെ വഹയുമായി ഇനി ജിബ്രീൽ വരില്ലല്ലോ. ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇത് കേട്ട ഉടനെ അതാ മഹാരഥന്മാരായ സ്വഹാബിവര്യന്മാരും കരഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഹബീബിന്റെ വിയോഗം ഓർത്തുകൊണ്ട് നമ്മുടെ നയനങ്ങൾ നിറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സ്വകാര്യതകൾ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ടുന്ന നമ്മുടെ ഹബീബിനെ ഓർത്തുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കാനാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? അത്ര വലിയ തീർത്താൽ തീരാത്ത ഒരു വിടവല്ലയോ അവിടുന്ന് ഈ ഉമ്മത്തിൽ നിന്ന് നീങ്ങിപ്പോയതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാ, നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഒരിക്കലതാ മദീന പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. സഹാബത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു മഅരിബ് നിസ്കാരം കഴിഞ്ഞുകൊണ്ടാണ് സഹാബത്ത് ഇരിക്കുന്നത്. മഅരിബ് സ്വല കഴിഞ്ഞുകൊണ്ടാണ് സഹാബത്ത് ഇരിക്കുന്നത്. കുറേ സ്വഹാബികൾ പള്ളിയിലുണ്ട്. ഒരു ഇശാഇന് റസൂലുള്ള പള്ളിയിലെത്തിയ സന്ദർഭമാണ് ഈ പറയുന്നത്. മഅരിബ് കഴിഞ്ഞ് ആരും പള്ളിയിൽ നിന്ന് പോയിട്ടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, എന്തേ സഹാബ നിങ്ങൾ പോയില്ലേ? എന്തേ സഹാബത്തെ നിങ്ങൾ പോയില്ലേ? സഹാബികൾ പറഞ്ഞു, നബിയേ, അങ്ങയോടൊപ്പം ഇശാ നമസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇത് കേട്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം പ്രകടമാവുകയാണ്. എന്നിട്ട് തന്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തി സഹാബത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട്, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്തിന് നക്ഷത്രം ഒരു സംരക്ഷണമാണ്. ആകാശത്തിന് നക്ഷത്രങ്ങൾ ഒരു സംരക്ഷണമാണ്. ഫഇദാ ദഹബത്തുൻ നുജൂം അത്തസ്സമാഉ മാ തുഅദു, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ എന്ന് പോയി കഴിഞ്ഞാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് വന്നെത്തുകയായി. തുടർന്നുകൊണ്ട് രണ്ടാമത് പറഞ്ഞു, വഅന അമനത്തുൽ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിനൊരു സുരക്ഷയാണ്, ഞാൻ എൻ്റെ സഹാബത്തിനൊരു സുരക്ഷയാണ്. ഫഇദാ ദഹബതു അതാ സ്വഹാബി മാ യുഅദു, ഞാൻ അവരിൽ നിന്നങ്ങ് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഞാൻ അവരിൽ നിന്ന് നാട് നീങ്ങിയാൽ എന്റെ സ്വഹാബത്തിന് നിശ്ചയിച്ചത് അവരിലേക്ക് കടന്നു വരികയാണ്. വഅസ്ഹാബി അമനത്തുൽ ലിഉമ്മതി, എന്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിനൊരു സംരക്ഷണമാണ്. എന്റെ സ്വഹാബത്തിന്റെ ഈ ഉമ്മത്തിനൊരു സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, ഈ സഹാബത്ത് മരിച്ചു തീർന്നാൽ എന്റെ ഉമ്മത്തിന്റെ മേൽ വാഗ്ദാനം ചെയ്തത് അവരിൽ വന്നെത്തുകയായി. ഇതാണ് സ്വഹീഹ് മുസ്ലിമിൽ വന്നൊരു ഹദീസാണ്. ഇതാണ് റസൂലുള്ളാഹി സഹാബത്തിനോട് ആ സമയത്ത് പറഞ്ഞത്. ഈ ഹദീസിനെ വിശദീകരിക്കുന്ന ശാരിഹീങ്ങൾ പറയുന്നുണ്ട്, ഇതൊരു പ്രവചനമായിരുന്നു, ഇതൊരു പ്രവചനമായിരുന്നു. എന്താണ് ആ പ്രവചനം എന്നറിയോ? ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്തത് വന്നെത്തി എന്ന് പറഞ്ഞല്ലോ. എന്താണത്?
വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വഇദൻ നുജൂമുൻ കദറത്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു വഇദൽ കവാകിബുൻ തസറത്. അതേ ആകാശത്തുള്ള ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, ആകാശത്തുള്ള ആ നക്ഷത്രങ്ങൾ ഞെട്ടറ്റ് വീണാൽ ഈ ആകാശത്തിന് പറയപ്പെട്ടത് വന്നെത്തുകയായി, ലോകാവസാനം സംഭവിക്കുകയായി എന്നാണല്ലോ ആ പറഞ്ഞത്. ഇത് ലോകത്തിന്റെ തകർച്ചയാണല്ലോ. എന്നാൽ എന്താണ് എൻ്റെ സഹാബത്തിന്റെ കാലശേഷം, അല്ലെങ്കിൽ എൻ്റെ കാലശേഷം സഹാബത്തിൽ വരാനിരിക്കുന്നത്, ഈ ഉമ്മത്തിൽ വരാനിരിക്കുന്നത്? ഈ ഹദീസിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ശർഹ് മുസ്ലിമിൽ ഇമാം നബവി പറയുന്നുണ്ട്, ഐ മിനൽ ഫിതനി വൽ ഹുറൂബി വഇർതിദാദു മിൻ ഇർതദ്ദ മിനൽ അറാബി വഇഖ്തിലാഫിൽ ഖുലൂബി വനഹ്വി ദാലിക മിമ്മാ അൻദറ ബിഹി സ്വരീഹൻ വഖദ് വഖഅ കുല്ലു ദാലിക. ഇതാണ് ഇമാം നബവി ആ ഹദീസിനെ വിശദീകരിച്ചത്. എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തത്? ഒന്ന് ഫിത്നകളാണ്. എൻ്റെ കാലം കഴിഞ്ഞാൽ സഹാബത്തിൽ ഫിത്ന വരും. സഹാബത്തിന്റെ കാലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഫിത്നകൾ, കുഴപ്പങ്ങൾ വരും. അതുപോലെ യുദ്ധങ്ങൾ വരും, കലാപങ്ങൾ വരും. ഇസ്ലാമിൽ നിന്നും മതഭ്രഷ്ടരായി പോകുന്ന, പെട്ടെന്ന് ഇസ്ലാമിനെ ഒഴിവാക്കി പോകുന്ന ആളുകൾ ഒരുപാട് അധികരിച്ചു വരും. എൻ്റെ സഹാബയുടെ കാലം കഴിഞ്ഞാൽ, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇതൊക്കെ ഈ സമൂഹത്തിൽ കടന്നു വരാനിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ചെറിയ വിഷയമാണോ അത്? അതാണ് റസൂലുള്ളാഹിയുടെ വഫാത്ത് ഏറ്റവും വലിയ ദുരന്തമാണ്, ഏറ്റവും വലിയ വിപത്താണ്, ഏറ്റവും വലിയ മുസീബത്താണെന്ന് പറയാൻ കാരണം. മാത്രമല്ല, അവിടുത്തെ വഫാത്തിന്റെ മുന്നോടിയായി വഫാത്തിന്റെ ചില സൂചനകളൊക്കെ കൊടുത്തിരുന്നു, വഹീന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിരുന്നു. അതിൽപ്പെട്ട ഒന്നായിരുന്നു, സാധാരണഗതിയിൽ എല്ലാ റമദാനിലും, റമദാൻ എത്തിക്കഴിഞ്ഞാലേ 10 ദിവസമാണ് റസൂലുള്ളാഹി ഇഅ്തികാഫിരുന്നിരുന്നത്. 10 ദിവസമാണ് ഇഅ്തികാഫിരുന്നിരുന്നത്. എന്നാൽ വഫാത്താകുന്ന ആ വർഷം പതിവിന് വിപരീതമായി 20 ദിവസമായിരുന്നു അവിടെ നിന്ന് ഇഅ്തികാഫിരുന്നിരുന്നത്. എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഹബീബിന്റെ ഹിഫ്ളിനെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ഖുർആൻ ഹിഫ്ളാക്കിയതിനെ പരിശോധിക്കുമായിരുന്നു. എന്നാൽ വഫാത്തിന്റെ വർഷം ജിബ്രീൽ വന്നത് 2 വട്ടാണ്. ഇതിനൊക്കെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഇതൊക്കെ അവിടുത്തെ വഫാത്തിന്റെ ചില സൂചനകളായിരുന്നു. ഇതൊക്കെ അവിടുത്തെ വഫാത്തിന്റെ ചില സൂചനകളായിരുന്നു. മാത്രമല്ല, അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ഹജ്ജത്തുൽ വിദാ എന്ന പേരുള്ള ആ ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് വഫാത്തിന്റെ മുന്നോടിയായിട്ടാണ്. ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ പേര് തന്നെ ഹജ്ജത്തുൽ വിദാ അല്ലെങ്കിൽ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നുള്ളതായിരുന്നു. ആ ഹജ്ജിൽ സ്വഹാബത്തിനോട് അറഫ ഖുത്ബയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നി ലാ അദ്രീ ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫ് അബദാ. സ്വഹാബികളെ, ഈ സ്ഥലത്ത് വെച്ച് അടുത്തൊരു ഹജ്ജ് സീസണിൽ നിങ്ങളെ കണ്ട് മുട്ടിക്കൊള്ളണമെന്നില്ല. ഇനി നമ്മൾ പരസ്പരം ഒരു ഹജ്ജിൽ കൂടി സന്ധിക്കുമെന്നില്ല എന്ന് അവിടുന്ന് ഒരു സംസാരം പറയുകയുണ്ടായി. ഇത് അവിടുത്തെ വഫാത്തിന്റെ സൂചനയായിരുന്നു. മാത്രമല്ല, ജംറത്തുൽ അഖബയിൽ ഏറുകഴിഞ്ഞ്, അവിടുത്തെ കല്ലേറ് കഴിഞ്ഞ് അവിടുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഖുദു അന്നി മനാസിക്കക്കും, ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. സുബ്ഹാനല്ലാഹ്. സഹാബത്തിന് എത്രത്തോളം വിഷമമുണ്ടാക്കുന്ന വാക്കതറിയോ? എന്താ പറഞ്ഞത്? ഈ വർഷത്തിന് ശേഷം ഇനി ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 2 വട്ടാണ് ആ ഹജ്ജിന്റെ സീസണിൽ റസൂൽ അത് പറഞ്ഞത്. മറ്റൊരു സൂചനയായിരുന്നു ഖുർആനിലൊരു സൂറത്തിന്റെ അവതരണം. ഏതാണ് ആ സൂറത്ത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമാണ്. പ്രത്യക്ഷത്തിലുള്ള അതിൻ്റെ അർത്ഥം വായിക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുക. കാരണം എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. പ്രത്യക്ഷമായ വിജയം വന്നെത്തിയാൽ കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്ന വല്ലാത്ത കാഴ്ച, സന്തോഷമല്ലേ അത്? പക്ഷേ ഈ സൂറത്ത് കേട്ടപ്പോ സദസ്സിലിരുന്നു കൊണ്ടൊരാൾ കരഞ്ഞു. കരഞ്ഞത് മറ്റാരുമല്ല, അവിടുത്തെ ഹിജറയുടെ കൂടെയുണ്ടായിരുന്ന സഹാബിയാണ്. ഹബീബിൽ ആദ്യമായി വിശ്വസിച്ച സഹാബിയാണ്. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സഹാബിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതായി സൂറത്ത് കേട്ടപ്പോൾ കരയുകയാണ്. കൂടെയുള്ള സഹാബത്ത് ചോദിച്ചു, ഇത് സന്തോഷകരമായ വചനമല്ലേ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ സഹാബ? അന്നഹു വിദാ, ഇത് അവിടുത്തെ വിടവാങ്ങലാണ്, ഇത് അവിടുത്തെ അവസാനത്തെ ദിനങ്ങളാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ വലിയ സംഭവമല്ലയോ മഹാനായ മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയച്ചത്? യമനിലേക്ക് അയക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ആ സഹാബി കുട്ടിയോട് റസൂലുള്ളാഹി പറഞ്ഞു. ആ സഹാബിയെ ഒട്ടകപ്പുറത്തിരുത്തി ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് ലോകത്തിന്റെ നേതാവ് നടന്നുകൊണ്ടാണ് ചില ഉപദേശങ്ങൾ കൊടുത്തത്. ആ കൂട്ടത്തിൽ കുറെ ഉപദേശങ്ങൾ പറഞ്ഞപ്പോൾ അവസാനമായി റസൂലുള്ളാഹി പറഞ്ഞു, യാ മുആദ്, യാ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മോനെ മുആദേ, ഈ വർഷത്തിന് ശേഷം താങ്കൾക്ക് എന്നെ കണ്ടുമുട്ടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. വേറെ റിവായത്തിൽ കാണാം, താങ്കൾ ഇനി യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്റെ ഖബറിന്റെ സമീപത്തിലൂടെയായിരിക്കും താങ്കൾ കടന്നു പോവുക. ഇത് കേട്ടപ്പോൾ മുആദ് ബിൻ ജബൽ ഫബകാ മുആദ് ലിഫിറാഖി റസൂലില്ലാഹ്, ഹബീബിന്റെ ഫിറാഖ് ഓർത്തുകൊണ്ട് അവിടുന്ന് കരയുകയാണ്. അവിടുന്ന് ആ മഹാനായ സഹാബി കരയുകയാണ്. നോക്കൂ നിങ്ങൾ, വേറൊരു സന്ദർഭം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഒരിക്കൽ അതാ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുകയാണ്, മദീന പള്ളിയുടെ മിമ്പറിൽ. എന്നിട്ട് അവിടുന്ന് സഹാബത്തിനോട്, ചെവി കൂർപ്പിച്ചിരിക്കുന്ന ഈമാനിന്റെ നിറകുടങ്ങളായ സഹാബത്തിനോട് അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ സുബ്ഹാനഹു ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. ഒരടിമക്ക് അല്ലാഹു ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്താണ് ഓപ്ഷൻ? ദുനിയാവിലെ സുഖങ്ങൾ വേണോ അതല്ല അള്ളാഹുവിന്റെ അടുക്കലുള്ളത് വേണോ എന്ന് ഒരടിമക്ക് അല്ലാഹു ഓപ്ഷൻ കൊടുത്തപ്പോ ആ അടിമ തെരഞ്ഞെടുത്തത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ്. ഇത് കേട്ടപ്പോഴതാ ഫബകാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. സഹാബികളിൽപ്പെട്ട മഹാനായ സഹാബി വര്യന്മാർ ചോദിക്കുകയാണ്, എന്തിനാണ് ശൈഖേ താങ്കൾ കരയുന്നത്? ഒരു അടിമ എന്നല്ലേ പറഞ്ഞുള്ളൂ, ഒരു അടിമ എന്നല്ലേ പറഞ്ഞുള്ളൂ, എന്തിനാ താങ്കൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ അടിമ ആരാണെന്നറിയുമോ നിങ്ങൾക്ക്? ഫഖാന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂലായ നമ്മുടെ നേതാവാണ്. അല്ലാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തത് ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരലോകം തെരഞ്ഞെടുത്ത ആ അടിമ നമ്മുടെ നേതാവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞതെന്ന്. അവിടുത്തെ കൂട്ടുകാരനെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിനെയാണെന്ന് പറഞ്ഞ ആ മനുഷ്യൻ കരയുകയാണ്. അത്രയും അടുത്ത ഫ്രണ്ടാണ്. അതുകൊണ്ട് ചിലത് ഊഹിച്ചെടുക്കാൻ പറ്റും, ചിലതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സഹോദരങ്ങളെ, ഇതായിരുന്നു അവിടുത്തെ വഫാത്തിന്റെ മറ്റൊരു സൂചന. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഹദിൽ പോവുകയാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ അതിൻ്റെ കൂടെ ചേർക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുണ്ട്. ഉഹദിലേക്ക് പോവാൻ. ഉഹദിലെ ധീരന്മാരായ ഉഹദീങ്ങളുണ്ട്. അന്ന് വഫാത്തായ 70 സ്വഹാബികൾ ഉഹദിലുള്ളത്. ആ 70 പേരിൽ 69 പേരുടെ ശരീരവും ശത്രുക്കൾ കഷ്ടമാക്കിയിരുന്നു എന്ന് നമുക്കറിയാം.
ഹല്ലലയുടേതൊഴികെ. ഹല്ലനെ കൂട്ടിയാൽ 70 പേരുണ്ട്. അതിൽ 69 പേരെ പീസാക്കി മരിച്ചിട്ടും ചിത്രവധം ചെയ്തിട്ടുണ്ട്. കാരണങ്ങൾ പലതാണ്, സംസാരിക്കാൻ ഇപ്പം സമയമില്ല. ഹല്ലലയെ ചിത്രവധം ചെയ്യാതിരിക്കാനും കാരണം വേറെയാണ്. മറ്റൊരു സന്ദർഭത്തിൽ നമുക്കത് സൂചിപ്പിക്കാം. 70ഓളം സഹാബത്തിന്റെ ഉഹദിൽ അവിടെ പോയി. എന്തിനാ പോയത്? സിയാറത്ത് ചെയ്യാനാണ്, ഖബർ സന്ദർശിക്കാനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. മദീന പള്ളിയുടെ ചാരത്തുള്ള മറ്റൊരു പൊതു ശ്മശാനിയായിരുന്നു ബക്കിയോയിലേക്കും റസൂലുള്ളാഹി അന്ന് പോയി. ബക്കി കണ്ട ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. 10,000-കണക്കിന് സഹാബത്തിന്റെ ഖബറുണ്ട് അവിടെ. എല്ലാവരും അവിടെ അല്ല, ലക്ഷക്കണക്കിന് സഹാബികളുണ്ട്, എല്ലാവരും മദീനയിലില്ല. എവിടെ പോയി ബാക്കിയുള്ള സഹാബികളെ? അവർക്ക് മറ്റു രാജ്യങ്ങളിൽ ദഅവത്ത് ചെയ്ത് അവിടെ വഫാത്തായി പോയി എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാലും ബക്കിയിലേക്ക് റസൂലുള്ളാഹി ചെന്നു. അവിടെ എത്തിയിട്ടും സഹാബികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ രോഗം തുടങ്ങുന്നത് ബക്കിയിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞു വരുമ്പോഴാണ്. അത് ഈ സഫർ മാസത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ അറിയണം. റബീഉൽ അവൽ മാസം വരുമ്പോൾ മാത്രം പറയേണ്ട വിഷയമല്ലാതെ സഫറിൽ അവിടുന്ന് രോഗം തുടങ്ങിയിട്ടുണ്ട്. ബക്കിയിലെ ഖബർസ്ഥാനിയിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അവിടുത്തെ രോഗം തുടങ്ങുന്നത്. അതെപ്പോന്നറിയുന്നത്? മറ്റൊരു സഹാബിയുടെ മരണം നടന്ന ദിവസമാണ്. ആ സഹാബിയെ മറമാടിക്കഴിഞ്ഞ് ഹബീബ് തിരിച്ചു പോരുകയാണ്. മദീനയിൽ ആ സഹാബത്തിന്റെ ഖബറടക്കം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അങ്ങനെ ജനാസ സംസ്കരണം കഴിഞ്ഞ റസൂലുള്ളാഹി വീട്ടിലേക്ക് പോരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റജഅ റസൂലുള്ളാഹി മിനൽ ബക്കിയ. അവിടുന്ന് ബക്കിയയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഫവജദനി വഅന അജിദു സുദാഅൻ ഫി റഅസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവി പറയണേ, എനിക്ക് ശക്തമായ തലവേദന ഉള്ള ദിവസമായിരുന്നു. എനിക്ക് ശക്തമായ തലവേദനയുള്ള ദിവസമായിരുന്നു. ഞാൻ വേദന കൊണ്ട് പറഞ്ഞു പോയി, വഅന അഖൂലു വാ റഅസാ. നബിയേ, എൻ്റെ തല വല്ലാത്ത തലവേദന എന്ന് ആയിഷ ബീവി പറയുകയാണ്. ബൽ അന യാ ആയിഷ വാ റഅസാ. മോളെ ആയിഷ, എനിക്കും അസഹ്യമായ തലവേദനയുണ്ട്, എനിക്കും സഹിക്കവയ്യാത്ത തലവേദനയുണ്ട്. ഇതാണ് ഹബീബിൻ്റെ ജീവിതത്തിലെ വഫാത്തിൻ്റെ ആദ്യ രോഗം, തലവേദന. നമ്മൾ പറഞ്ഞതല്ല കേട്ടോ, ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഭാഗത്ത് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് എന്താ പറഞ്ഞറിയോ? മാ ലറക്കി, മോളെ നീ വിഷമിക്കണ്ട, ലൗ മിത്തി ഖബ്ലി, നീ എനിക്ക് മുമ്പ് മരണപ്പെടുകയാണെങ്കിൽ. കണ്ടോ, ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന ചർച്ചയാണതൊക്കെ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ? മരണത്തെ ഓർക്കലുണ്ടോ? ഭാര്യയോട് സംസാരിച്ചിട്ട് നമ്മുടെ മക്കളോട് ഇത് അയവറക്കാറുണ്ടോ? നമ്മളൊക്കെ ദുനിയാവിൻ്റെ തിരക്കിലെ ബിസിനസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും മക്കളുടെ ഭാവിയും ഒക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യണേ. എന്നാലൊരു ഭർത്താവ് ഭാര്യയോട് പറയണേ, മോളെ ആയിഷ, ഞാൻ മോളെ എന്ന് വിളിക്കുന്നത് സ്വന്തം മോളായിട്ടല്ല, സ്നേഹത്തോടു കൂടി വിളിക്കുന്നൊരു പേരാണത്. മോളെ, ഭാര്യ വിളിക്കുക. എൻ്റെ മുമ്പ് നീ മരണപ്പെടുകയാണെങ്കിൽ ഫഖുംതു അലൈക് വഗസ്സൽതുകി വകഫൻതുകി വസല്ലൈതു അലൈകി വദഫൻതുകി. നിന്നെ ഞാൻ കുളിപ്പിക്കും. റസൂലുള്ളാഹി പറയാ, നിന്നെ ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫൻ ചെയ്യും, നിന്നെ ഞാൻ ഖബറിലിറക്കും, നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കും അതിന് മുമ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ചില ആൾക്കാർ ചില നാട്ടിലൊരു വിശ്വാസമുണ്ട്, ഭാര്യ മരിച്ചാലേ ഭർത്താവിന് കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇപ്പോഴുണ്ട്. അന്യസ്ത്രീയായി പോയി, പിന്നീട് തൊടാൻ പറ്റൂല. ആര് പറഞ്ഞു നിന്നോടത്? അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ വലിയ മുത്തഖിയാണോ നീ? റസൂല പറയാ ഭാര്യയോട്, നീ മരിച്ച ഞാൻ എന്നെ കുളിപ്പിക്കുന്ന. എന്റെ ആ ഉസൂല അവിടെ അല്ലേ? ഇപ്പോഴും ചില നാട്ടിൽ കേരളത്തിലുണ്ട്, ഭാര്യയുടെ മരിച്ച പിന്നെ ഓളെ ത്വലാക്ക് ചൊല്ലിയ പോലെയായി. ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഭാര്യയെ തൊടാൻ പറ്റൂല, കാണാൻ പറ്റൂല. ഇതൊക്കെ പുരോഹിതവർഗം കൊണ്ടുവന്ന ചില വിശ്വാസങ്ങളാണ്. ഇതൊന്നും നമ്മൾ പെട്ടുപോകരുത്. അതിൻ്റെ കടക്കൽ കത്തിവെക്കണ ആശയാണത്. കാരണം റസൂൽ എന്താ പറഞ്ഞേ? ഞാൻ എന്നെ കുളിപ്പിക്കുന്ന പറഞ്ഞേ, ഞാൻ എനിക്ക് വേണ്ടി നിസ്കരിക്കുന്ന പറഞ്ഞേ.
ഞാൻ നിന്നെ കബറിലിറക്കുന്ന പറഞ്ഞേ. കണ്ടോ? അപ്പൊ ഇതൊക്കെ അവിടുത്തെ വഫാത്തിന്റെ സമയത്തുണ്ടായ ചില കാര്യങ്ങളാണ്. സന്ദേശം ഉൾക്കൊള്ളുന്നവരായി മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.